നമ്മുടെ ജീവിതത്തില് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. அரிசி இப்பவே போடலாம், நல்லா வேவு இருக்கு. അരിസിക്ക് നല്ല വേവ് இருக்குன்னு. തേങ്ങയുടെ അരി കനകാന്റി ആന്റീനെ മിണ്ടിക്ക് ഞാൻ തൂക്കിയെടുത്ത് അരക്കലത്തിൽ കൊണ്ട് ഇടും കേട്ടാ. ഒരു കാര്യം പറയാൻ സമ്മതിക്കൂല. ജനിച്ചപ്പോ മുതൽ ഇത് തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കണേ. അരി 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 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വന്നതും പോലെ ഞാൻ എന്തിനു പറഞ്ഞു വന്നേ? അത് വിട് പോട്ട്, വേറെ പിടിക്കാം. അളയാ, നമ്മുടെ ജീവിതത്തില് നമുക്ക് ഈ നല്ല കാര്യങ്ങളെ സാംശീകരിക്കുക എന്ന് പറയണത് ഭയങ്കര കഷ്ടം പിടിച്ചൊരു ഏർപ്പാടാണ്. ഈ സാംശീകരിക്കുക എന്ന് പറഞ്ഞാല് മനസ്സിലായോ എല്ലാവർക്കും? പിന്നെ ആദ്യം വാതോർന്ന് പറഞ്ഞൂടെ? ഈ നല്ല കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയണത് ഭയങ്കര കഷ്ടം പിടിച്ചൊരു ഏർപ്പാടാണ്. അതേ സ്ഥാനത്ത് ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, നെഗറ്റീവ് ഭയങ്കര നടക്കുമ്പോൾ കാര്യം കയറി പിടിക്കില്ല പറഞ്ഞിട്ടുണ്ട്. ഈ നെഗറ്റീവ് കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലൂടെ പെട്ടെന്ന് അട്രാക്റ്റ് ആവും. ഞാൻ പറഞ്ഞു പറഞ്ഞത് ശിവ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏകദേശം എനിക്ക് ഐഡിയ കിട്ടി. അതായത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി മോശം ശീലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മോശം സ്വഭാവങ്ങൾ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ പയ്യെ 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 മാറ്റണം. നല്ല കാര്യങ്ങൾ, നല്ല ശീലങ്ങൾക്ക് നമ്മൾ അട്രാക്ട് ചെയ്യണം ലൈഫിലേക്ക്. ഈ ന്യൂ ഇയറിലൊക്കെ നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യുന്ന ഒരു പതിവുണ്ടല്ലോ, ന്യൂ ഇയർ റെസൊല്യൂഷൻ. അങ്ങനെ നല്ലൊരു ശീലം, നല്ലൊരു സ്വഭാവം നമ്മളും ഈ വർഷം ഏറ്റെടുക്കണം എന്നാണ് കേശു ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് വയ്യ. അത് തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞത്. അപ്പൊ സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലായി. സാർ എന്താണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഞാൻ പറയാൻ പോണത് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് ഞാൻ എന്റെ ചില ശീലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. என்ன ശീലം മാത്ത പോറേ? അതൊക്കെ ഉണ്ട്, നൂയിച്ചു. എന്നാലേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പെമ്പിള്ളാരുടെ പുറകെ നടന്ന് വളയ്ക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അത് മാറ്റുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. അത് മാറ്റിക്കഴിഞ്ഞാൽ നിന്റെ ലൈഫിൽ നിന്നും കൂട്ടത്തില് ഞങ്ങൾക്കുള്ള ചീത്തപ്പേരും മാറി. അങ്ങനൊന്നുമില്ല. ചേച്ചി പോയേച്ചി ഇവിടുന്ന്. അമ്മൂമ്മ സംഭവം തരുന്ന വെച്ചാൽ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും പറയാതൊന്നുമല്ല. ഞാൻ എടുക്കാൻ തീരുമാനിച്ച ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാല്, ഞാനിപ്പോ ഈ 3 നേരത്തിന് 8 നേരം കഴിക്കുമല്ലോ, ഓവർ ഈറ്റിംഗ്, അത് ഞാനങ്ങ് നിർത്താം വിചാരിച്ചു. നീ കേശു, എന്റെ പൊന്ന് കേശു, നടക്കുന്ന കാര്യമല്ലോ പറ. അമ്മൂമ്മ അങ്ങനൊന്നുമല്ല. ഇത് നോക്കിയോ, ഈ വർഷം, അതായത് ഈ പുതിയ വർഷത്തില് എന്റെ റെസൊല്യൂഷൻ ആണ് ഇത് ഞാൻ എടുത്തിരിക്കുന്നു. ഫിക്സ്. ഓക്കെ, അപ്പൊ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ എല്ലാവരുടെയും പരാതി ഞാൻ പഠിക്കുന്നില്ല എന്നാണല്ലോ, അതുകൊണ്ട് നാളെ മുതൽ 2 മണിക്കൂർ ഞാൻ പഠിക്കാൻ മാറ്റി വെക്കാൻ പോവാണ്. ഓ തള്ളു തള്ളു നടക്കൂല, അത് ഞാൻ നടക്കും. അടുത്തതായിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാമായ മരുമോൻ സിദ്ധു അളിയൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ പറയാൻ പോവാണ്. ഞാൻ നോക്കിട്ടെ, ഞാൻ ചെയ്യുന്നതെല്ലാം നല്ല ശീലങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ കൂടെ എന്താ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തെ. അതെ അതെ, എല്ലാം വളരെ നല്ല ശീലങ്ങളാ. എന്താ ലക്ഷ്യസിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിലേ എന്റെ നല്ല ശീലങ്ങളുടെ കൂടെ ഞാൻ ദിവസവും 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു. നീ ഉണ്ടല്ലേ കല്ലുമോള് പറയട്ടെ. കല്ലുമോളെ മക്കളെ പറയടാ. കല്ലൂസ് പറ. എന്റെ ചോക്ലേറ്റ് കഴി ഞാൻ നിർത്തുവാ. ചോക്ലേറ്റ് കഴി അവള് നിർത്തുവാ. ശരി ശരി ശരി, അടുത്ത ശിവ. അപ്പം അളിയൻ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് എനിക്കും. ഞാൻ ചെയ്ത ഒട്ടുമിക്കതും നല്ല ശീലങ്ങളാണ്. അപ്പൊ പുതിയതെന്ത് നല്ല ശീലം ആഡ് ചെയ്യാൻ പറ്റുക? എന്നിരുന്നാലും ആലോചിച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഞാനൊരു തീരുമാനം എടുക്കാം. അതായത് നാളെ മുതൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നതിനുള്ളിൽ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരങ്ങളും ചെയ്തിരിക്കും. ഒരു നല്ല കാര്യം. അപ്പൊ എന്തായാലും എല്ലാ ന്യൂ ഇയർ റെസൊല്യൂഷനും പറഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞില്ലേ? ചേച്ചി പറഞ്ഞില്ല. അയ്യോ, ചേച്ചി പറഞ്ഞില്ലായിരുന്നു. സോറി ചേച്ചി, ഞാൻ വിട്ടു. പറയേച്ചി എന്താ ചേച്ചി പറ. എന്തായാലും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട് പറഞ്ഞോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ പറയാം. എല്ലാവരുടെയും പരാതി, ഞാൻ ഇവിടുത്തെ വഴക്കാളിയാണ്, ഞാൻ ഇവിടുത്തെ പ്രശ്നക്കാരിയാണ്,
അഹങ്കാരിയാണ്, ജാടയാണ് എന്നൊക്കെയല്ലേ? സത്യം പറഞ്ഞാലേ ഞാൻ ഇങ്ങനെയാവാൻ ഞാൻ ഒറ്റൊരുത്തി മാത്രമല്ല, എല്ലാരും അതിന് കാരണക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. നാളെ തൊട്ട് ഞാൻ അനാവശ്യമായി ദേഷ്യപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ, അതായത് നിങ്ങളുടെ അടുത്തൊക്കെ ദേഷ്യപ്പെടുന്ന പരിപാടി, അത് ഞാൻ നിർത്തും. ഒന്നുകൂടെ കേട്ടില്ല. എല്ലാരും സൈലൻസ്. പിൻഡ്രോ. അതായത് നിങ്ങളുടെ ഒക്കെ അടുത്ത് ദേഷ്യപ്പെടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തും. ഇനിയിപ്പൊ നിങ്ങൾ എങ്ങാനും എന്നെ ദേഷ്യപ്പെടുത്തി എനിക്ക് ദേഷ്യം വന്ന ഞാൻ അത് നൈസായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് റൂട്ട് തിരിച്ചങ്ങ് വിടും.